Next section is section 40 inadmissible deduction. Inadmissible എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ allow ചെയ്യാത്ത not allowed deductions ആണ് inadmissible deductions. So SSCയുടെ കേസിൽ inadmissible deductions ഏതൊക്കെയാണെന്ന് നോക്കാം. So first section is section 40 subsection A clause 1. Any interest, royalty, fee for technical services or other sums chargeable under this act payable outside India ആകാം. In India ആണെങ്കിൽ നോൺ റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് കമ്പനീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ആയിരിക്കണം. ഔട്ട്സൈഡ് ഇന്ത്യ ആകാം. ഇൻ ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് ഓർ ടു ഫോറിൻ കമ്പനി ആണെങ്കിൽ. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തത് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് അലൗ ചെയ്യില്ല, ഡിഡക്ഷൻ അലൗ ചെയ്യില്ല. ഇറ്റ് വിൽ ബി ആഡഡ് ബാക്ക്. ഫോർ എക്സാമ്പിൾ, I paid John a salary of 10,000. So salary total 10,000 ജോണിന് പേ ചെയ്യണം. അതിൽ 1000 TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം പേ ചെയ്യാൻ. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ 10,000 ഞാൻ ജോണിന് പേ ചെയ്തു. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് TDS ഡിഡക്റ്റ് ചെയ്തു. 9,000 ജോണിന് പേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ TDS പേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി 100%, മൊത്തം 10,000 ഡിസലൗഡ് ആണ്. അതേസമയം അതൊരു റെസിഡൻറ്റിനാണ് പേ ചെയ്യുന്നതെങ്കിൽ സെയിം കണ്ടീഷൻസ് ആണ്. ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല, ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം പേ ചെയ്തിട്ടില്ല. റെസിഡൻറ്റിനാണെങ്കിൽ 30% ആണ് ഡിസലൗ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ടു നോൺ റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് ഓർ ഫോറിൻ കമ്പനി ആണെങ്കിൽ 100% ഡിസലൗഡ് ആണ്. റെസിഡൻറ്റിനാണെങ്കിൽ 30% ഡിസലൗഡ് ആണ്. ഇൻ ദ ഇയർ ഓഫ് പേയ്മെൻറ്റ് അത് അലൗ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കാം. ടാക്സ് ഓൺ റോയാലിറ്റി പെയ്ഡ് ടു മിസ്റ്റർ എ, റെസിഡൻ്റ് ആണ്. സോ റെസിഡൻ്റ് ആണെങ്കിൽ 30% ആണ് ഡിസലൗഡ്. ഹാസ് ബീൻ ഡിഡക്റ്റഡ്, സോ ടാക്സ് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. The same has to be paid as the case may be. Okay, same 31st ജൂലൈക്കുള്ളിൽ പേ ചെയ്യണം. അതർവൈസ് പേ ചെയ്തില്ലെങ്കിൽ 30% ഓഫ് റോയാലിറ്റി പെയ്ഡ് ഡിസലൗ ചെയ്യും. ഓക്കെ, if in respect of such royalty tax during the previous year has been paid, so tax പേ ചെയ്തു, അങ്ങനെയാണെങ്കിൽ 30% ഡിഡക്ഷൻ ആയിട്ട് ആ പേ ചെയ്ത ഇയറിൽ അലൗ ചെയ്യും. Illustration 10 നോക്കാം. Delta Limited credited the following amount to the account of resident pays in the month of March without deduction of TDS. So TDS deduct ചെയ്തിട്ടില്ല. What would be the consequence of non-deduction of tax at source by Delta Limited on these amounts during the financial year 21-22, assuming that the resident payees in all the cases mentioned below have not paid the tax, if any, which was required to be deducted by Delta Limited. So ഇവിടെ TDS deduct ചെയ്തിട്ടില്ല. Would your answer change if Delta Limited has deducted tax on directors' remuneration in April 2022 at the time of payment and remitted the same in July 2022? So first എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്തിട്ടില്ല. റെസിഡൻ്റ് ആണോ? യെസ്, റെസിഡൻ്റ് ആണെങ്കിൽ എത്രയാണ് ഡിസലൗ ചെയ്യുന്നത്? 30% ഡിസലൗ ചെയ്യുന്നു. സോ 12 lakhൻ്റെ 30%, 28,000ൻ്റെ 30%, 40A പ്രകാരം ഡിസലൗ ചെയ്യുന്നു. ഇനി would your answer change if Delta Limited deducted tax on directors' remuneration at the time of payment? Yes, at the time of payment ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലൗ ചെയ്യും. നേരത്തെ ഡിസലൗ ചെയ്ത 28,000ൻ്റെ 30% അലൗ ചെയ്യും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. Illustration 11 ഇത് TDS ആയിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്ററിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ അത് TDS പറയുന്നുണ്ട്, ഇപ്പോൾ ഇൻട്രസ്റ്റോ കമ്മീഷനോ പേ ചെയ്യുന്നതിൽ 1 crore കൂടുതലുള്ള ടേൺ ഓവർ ഉള്ളൊരു കമ്പനി ആണെങ്കിൽ മാത്രം എന്താ TDS ഡിഡക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 21-22 ഫോളോയിങ് പേയ്മെൻറ്റ്സ് ഓർ എക്സ്പെൻഡിച്ചേഴ്സ് വർ മെയ്ഡ് ഓർ ഇൻകേർഡ് ബൈ മിസ്റ്റർ യുവൻ രാജ, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. സോ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്. ടേൺ ഓവർ 99 lakhs ആണ്. Okay, interest of 45,000 was paid to Rahman and Company, a resident partnership firm, without deduction of tax at source. So TDS deduct ചെയ്തിട്ടില്ല. So TDS എപ്പോൾ ഡിഡക്റ്റ് ചെയ്യണം? 1 crore കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഈ ഇൻട്രസ്റ്റ് പേ ചെയ്തതിന്മേൽ 45,000 TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ അത് വയലേഷൻ അല്ല, ഡിസലൗ ചെയ്യില്ല, അലൗ ചെയ്യും. ഓക്കെ, ദെൻ
10 lakh was paid as salary to a resident individual without deduction of TDS. സോ ഇവിടെ TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല, സാലറി ആണ്. സാലറിമേൽ TDS ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ അല്ല, ടേൺ ഓവർ ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ അല്ല, TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സാലറി മേൽ ടേൺ ഓവർ ഒരു കമ്പനിക്ക് ടേൺ ഓവർ 1 crore മുകളിലോ കൂടുതലോ ഉണ്ടെങ്കിലും TDS ഡിഡക്റ്റ് ചെയ്യണം, എത്രയായാലും TDS ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, സോ റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ 10 lakhൻ്റെ 30% ഡിസലൗ ചെയ്യും. Then commission of 16,000 was paid to Mr. Vidyasagar, a resident, without deduction of taxes also. Commission pay ചെയ്യുന്നതിലും TDS ക്രൈറ്റീരിയ 1 crore കൂടുതലുള്ള കമ്പനി TDS ഡിഡക്റ്റ് ചെയ്താൽ മതി കമ്മീഷന് മേൽ. സോ ഇവിടെ 1 crore കുറവായതുകൊണ്ട് തന്നെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ വയലേഷൻ ഓഫ് ദാറ്റ് സെക്ഷൻ, therefore it will not be disallowed. The next ബാക്കി ഡിസലൗ ചെയ്തിരിക്കുന്നത് എമൗണ്ട് 48(2)(b) പ്രകാരം എമൗണ്ട് ബൈ വേ ഓഫ് റോയാലിറ്റി, ലൈസൻസ് ഫീ, സർവീസ് ഫീ, പ്രിവിലേജ് ഫീ, സർവീസ് ചാർജ് അതെല്ലാം ഡിസലൗഡ് ആണ്. ദെൻ എമൗണ്ട് അപ്രോപ്രിയേറ്റഡ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്. ദെൻ 48(3) പ്രകാരം സാലറീസിൽ സാലറീസിൻ്റെ ഹെഡിൽ ചാർജബിൾ ആയിട്ടുള്ള എമൗണ്ട് ഔട്ട്സൈഡ് ഇന്ത്യയോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റിനോ പേ ചെയ്തെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തത് പേ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസലൗഡ് ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ ടു PF ഡിസലൗഡ് ആണ്. ദെൻ ടാക്സ് പെയ്ഡ് ഓൺ പെർക്വിസിറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയീസും ഡിസലൗഡ് ആണ്, അതായത് ഡിഡക്റ്റബിൾ അല്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് 40(b) പ്രകാരം പറയുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് എ ഫേമിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു LLPയുടെ കേസിൽ ഈ പറയുന്ന എമൗണ്ട് ഒന്നും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ഇൻകം ചെയ്യുമ്പോൾ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് 40(b)(1) പറയുന്നത് എന്താ? റെമ്യൂണറേഷൻ ടു നോൺ വർക്കിംഗ് പാർട്ട്നേഴ്സ്. ഒരു നോൺ വർക്കിംഗ് പാർട്ട്ണറിന് കൊടുക്കുന്ന സാലറി, ബോണസ്, കമ്മീഷൻ അല്ലെങ്കിൽ എന്തായാലും അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ റെമ്യൂണറേഷൻ, ഒരു വർക്കിംഗ് പാർട്ട്ണറാണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്, പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അത് പറയുന്നില്ലെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ റെമ്യൂണറേഷൻ, വർക്കിംഗ് പാർട്ട്ണറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ്, അത് ഡീഡിൽ പറയുന്നുണ്ട് പക്ഷേ ഏർലിയർ പീരീഡിലെ ആണെങ്കിൽ അതും ഡിസലൗഡ് ആണ്, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫേം പാർട്ണർഷിപ്പ് ഡീഡിൽ റെമ്യൂണറേഷൻ്റെ ക്ലോസ് ഇൻകോർപ്പറേറ്റ് ചെയ്തത് July 1 മുതലാണ്, പക്ഷേ ആ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് April 1 മുതൽ ഇഫക്റ്റീവ് ആണ് എങ്കിൽ പോലും July 1 മുതലുള്ളതിന്മേൽ മാത്രമേ July 1 മുതൽ കൊടുക്കുന്ന റെമ്യൂണറേഷനുമേൽ മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് പാർട്ട്ണർഷിപ്പ് ഡേറ്റിൽ വന്നത് July 1 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ളതിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ ഇൻട്രസ്റ്റ് ടു എനി പാർട്ട്ണർ ഇൻ എക്സസ് ഓഫ് 12% per annum. ദെൻ പാർട്ട്ണർഷിപ്പ് ഡേറ്റിൽ 12% per annum പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതിന് എക്സസ് ആയിട്ട് അതിൽ കൂടുതൽ ഒരു 14% പേ ചെയ്യുകയാണെങ്കിൽ ആ 2% ഡിസലൗഡ് ആണ്. ഇനി റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്ണർ ഇൻ എക്സസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. വർക്കിംഗ് പാർട്ട്ണറിന് പേ ചെയ്യുന്ന റെമ്യൂണറേഷനാണ്, അത് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും? ബുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം. ബുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ നോക്കാം. ബുക്ക് പ്രോഫിറ്റിൽ ഫസ്റ്റ് 3 lakh മേൽ 1,50,000 or 90%, whichever is higher can be claimed as deduction. Balance book profit മേൽ 60% of book profit can be claimed as deduction. For example നോക്കാം. A firm has paid 7,50,000 as remuneration to its partners for the previous year 21-22. So 7,50,000 remuneration pay ചെയ്തു in accordance with its partnership deed, and it has a book profit of 10 lakh. book profit 10 lakh ഉണ്ട്. remuneration allowable as deduction. എത്ര remuneration നമുക്ക് deduction ആയിട്ട് claim ചെയ്യാം? So on first 3 lakh എത്രയാണ്? 90%. on ബാക്കി amount 60%. So 10 lakh ആണ് ടോട്ടൽ. 10 lakhൽ ഫസ്റ്റ് 3 lakh മേൽ 3 lakh into 90%, 2,70,000. ബാക്കി എത്രയുണ്ട്? 10 - 3 7 lakh ബാക്കിയുണ്ട്. സോ 7 lakhൻ്റെ 60% 4,20,000. സോ ടോട്ടൽ ഡിഡക്ഷൻ എത്ര ക്ലെയിം ചെയ്യാൻ പറ്റും? 6,90,000 വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. ടോട്ടൽ റെമ്യൂണറേഷൻ എത്ര പേ ചെയ്യാൻ പറ്റും? 6,90,000 റെമ്യൂണറേഷൻ പേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 7,50,000 റെമ്യൂണറേഷൻ പേ ചെയ്തു. സോ ആ എക്സസ് റെമ്യൂണറേഷൻ 60,000 ഡിസലൗഡ് ആണ്.
6,90,000 മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 40B. ഒരു ഇൻഡിവിജ്വൽ പാർട്ണർ ഒരു ഫേമിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റിയിലാണ് നിൽക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു XYZ ലിമിറ്റഡിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഫോം. അതിലെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് XY, പിന്നെ Z ഒരു HUF ആണ്, ZHUF ആണ്. അതിൻ്റെ കർത്ത എന്ന് പറയുന്നത് മിസ്റ്റർ A ആണ്. സോ മിസ്റ്റർ എക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റിയിൽ ഇൻട്രസ്റ്റ് ഫോം പേ ചെയ്യുന്നത് വിൽ നോട്ട് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇനി പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് വിൽ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ റിഗാർഡ് ഫോർ സെക്ഷൻ 40B. Illustration number 13. Bravo and Jane, a partnership firm consisting 2 partners, reports a net profit of 7 lakh before deduction of the following items. So, ഇത് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 7 lakh. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അലവബിൾ വർക്കിംഗ് പാർട്ട്നേഴ്സ് സാലറി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ കണ്ടുപിടിക്കണം. സോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സാലറി ഓഫ് 20,000 ഈച്ച് പെർ മന്ത് പേയബിൾ ടു 2 വർക്കിംഗ് പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. Then depreciation on plant and machinery തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 15% per annum. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേറ്റ് ഫിക്സ്ഡ് ആണ്. 12% per annum വരെ ഡിസലൗ ചെയ്യാതെ ഉള്ളൂ. എക്സസ് ഡിസലൗഡ് ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യില്ല. ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എലിജിബിൾ ഫോർ ഇൻട്രസ്റ്റ് ഇസ് 5 lakh. സോ ഫസ്റ്റ് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ എന്തെങ്കിലും റെമ്യൂണറേഷൻ ഓൾറെഡി നമുക്ക് കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടുള്ളതാണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റെമ്യൂണറേഷൻ ഒന്നും കുറച്ചിട്ടില്ല. സോ അത് നമുക്കെടുക്കാം. സോ 7 lakh നെറ്റ് പ്രോഫിറ്റ് വരും. ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക. ബിഫോർ ഡിപ്രിസിയേഷൻ ആണ്. സോ ഡിപ്രിസിയേഷൻ 1,50,000 മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൈനസ് ചെയ്യുക. ശ്രദ്ധിക്കണം, 12% മാത്രമേ അലൗ ചെയ്തിട്ടുള്ളൂ. സോ 5 lakhൻ്റെ 12% മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ 60,000 ക്ലെയിം ചെയ്യുക. സോ ബാക്കി ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,90,000. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് അലൗബിൾ വർക്കിംഗ് പാർട്ണർ സാലറി. സോ വർക്കിംഗ് പാർട്ണർ സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് 3 lakhന് 1,50,000 ഓർ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഇസ് ഹയർ. ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന് 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. സോ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് എത്രയാണ്? ബുക്ക് പ്രോഫിറ്റ് 4,90,000. 4,90,000ൻ്റെ 90% എന്ന് പറയുന്നത് ഫസ്റ്റ് 3 lakh മേൽ 90%. 3 lakh into 90% എന്ന് പറയുന്നത് 2,70,000 or 1,50,000 which ever is higher. 2,70,000. ബാക്കി എമൗണ്ട് 4,90,000 minus 3 lakh 1,90,000ൻ്റെ 60%, 1,14,000. സോ ടോട്ടൽ 3,84,000 ആണ് allowable salary for working partner. Section 48. സോ സെക്ഷൻ 48 ഫസ്റ്റ് പറയുന്നത് പേയ്മെൻറ്റ് ടു റിലേറ്റീവ് ആൻഡ് അസോസിയേറ്റ്. റിലേറ്റീവ്സിനോ അസോസിയേറ്റ്സിനോ അസസ് എന്തെങ്കിലും പേയ്മെൻറ്റ് നടക്കുകയാണ്. സ്പെസിഫൈഡ് പേഴ്സണിന് അസസ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ എമൗണ്ട് എക്സസീവോ അൺറീസണബിളോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസ്അലൗഡ് ബൈ ദ അസസിങ് ഓഫീസർ. അസസി ആരാണ്, സ്പെസിഫൈഡ് പേഴ്സൺ ആരാണെന്ന് ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ അസസി ഇൻഡിവിജ്വൽ ആണെങ്കിൽ if the assessee is making the payment to specified person. So if the individual is making the payment to any relative of him അല്ലെങ്കിൽ any person who carries on business or profession in which assessee ഒരു substantial interest ഉണ്ട്, അല്ലെങ്കിൽ relative of assessee ഒരു substantial interest ഉണ്ടെങ്കിൽ excessive ആണ് എമൗണ്ട് എങ്കിൽ ഡിസലൗ ചെയ്യും. then assessee കമ്പനി ഫോം HUF AOP ആണെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ ഫോമിൻ്റെ പാർട്ണർ HUF അല്ലെങ്കിൽ AOPയുടെ മെമ്പർക്ക് നടത്തുന്ന പേയ്മെൻറ്റ് എക്സസീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി അസസിയുടെ കേസാണെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ, ദെൻ പേഴ്സൺ ക്യാരിങ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ, ദെൻ കമ്പനി ഫോം HUF AOP അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്, ഇവർക്ക് നടത്തുന്ന പേയ്മെൻറ്റ് എക്സസീവ് ആണെങ്കിൽ ഡിസലൗഡ് ആണ്. മറ്റ് അസസിയുടെ കേസും സെയിം ആണ് പറയുന്നത്. ഇനി പേയ്മെൻറ്റ് ഇൻ എക്സസ് ഓഫ് 10,000 മെയ്ഡ് അതർവൈസ് ത്രൂ പ്രിസ്ക്രൈബ്ഡ് മോഡ്. സോ പ്രിസ്ക്രൈബ്ഡ് മോഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 10,000-നേക്കാളും കൂടുതൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസലൗഡ്. ഒരു ദിവസത്തിൽ ഒരാൾക്ക് 10,000-നേക്കാളും കൂടുതൽ ക്യാഷിൽ പേ ചെയ്യണമെന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ നോക്കാം. എക്സിന് നമ്മൾ ഒരു 8,000 ക്യാഷിൽ പേ ചെയ്യാണ്, വൈക്ക് ഒരു 9,000 ക്യാഷിൽ പേ ചെയ്യാണ്, ഇസറ്റിനൊരു 7,000 ക്യാഷിൽ പേ ചെയ്യാണ്. സോ ടോട്ടൽ ഒരു ദിവസത്തെ പേയ്മെൻറ്റ് 10,000-നേക്കാളും എക്സീഡ് ചെയ്യുമെങ്കിലും ഇത് ഡിഫറെൻറ്റ് പേഴ്സണിനാണ് നമ്മൾ പേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ആപ്ലിക്കബിൾ അല്ല, ഡിസലൗ ചെയ്യില്ല. അതേസമയം ഇതെല്ലാം ഈ എമൗണ്ട് മൊത്തം എക്സിനാണ് ഒരു ദിവസം പേ ചെയ്യുന്നതെങ്കിൽ ഡിസലൗഡ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം.
ദെൻ എക്സ്പെൻഡിച്ചർ 30,000 വന്നു, ഇൻകേർഡ് ബൈ എക്സ് ലിമിറ്റഡ്. 4 ക്യാഷ് പേയ്മെൻറ്റ് നടത്തി. ഒരു ദിവസം മോർണിംഗ് 10 AM, 12 noon, 3 PM, 6 PM 8,000 വെച്ച് പേ ചെയ്തു. മൊത്തം 32,000. സോ ഇവിടെ ഒരു ദിവസം ഡിഫറെൻറ്റ് ടൈമാണ്, അത് ഇറ്റ് ഡസൻ മാറ്റർ, ഒരു ഡേ ആണ്. അതേപോലെ തന്നെ എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിനാണ് പേ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഡിസലൗഡ്. ഇനി ഇൻ ദ കേസ് payments in excess of 10,000 made otherwise than through prescribed amount deemed to be the income of the subsequent year if expenditure has been allowed as reduction in any previous year on due basis. So നമ്മൾ ഡ്യൂ ബേസിസിൽ ഓൾറെഡി ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ദിവസം 10,000-നേക്കാളും കൂടുതൽ നടത്തിയെങ്കിൽ അത് ആ വർഷത്തെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ക്ലെയിം ദാറ്റ് ഡിഡക്ഷൻ ഇൻ ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ദെൻ ഈ 10,000 എന്നുള്ള ലിമിറ്റ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്ററിൻ്റെ കേസ് ആണെങ്കിൽ 35,000 ആണ്. അതായത് 35,000 വരെ ക്യാഷ് പേയ്മെൻറ്റ് നടത്താം, എന്ത് പേയ്മെൻറ്റ് നടത്താം. സോ ദാറ്റ് 35,000-ന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ഡിസലവൻസ് അട്രാക്ട് ചെയ്ത കേസ് എന്ന് പറയുന്നത് ലോൺ ട്രാൻസാക്ഷൻസ്. സോ ലോൺ ട്രാൻസാക്ഷൻസിൽ ഡിസലവൻസ് അട്രാക്ട് ചെയ്യില്ല. ദെൻ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 10,000-നേക്കാളും കൂടിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് പേ ചെക്ക് വഴി നമ്മൾ പേ ചെയ്യുക, അതായത് പ്രിസ്ക്രൈബ്ഡ് മോഡ് വഴി നമ്മൾ പേ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ കമ്മീഷൻ ഏജൻറ്റ് നടത്തുന്ന പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് റിസീവ്ഡ് ബൈ ദം ഫോർ സെയിൽ ഓൺ കമ്മീഷൻ ഓർ കൺസൈൻമെൻറ്റ് ബേസിസ്, അതും ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് cases and circumstances in which a payment or aggregate of payment exceeding 10,000 rupees may be made to a person in a day otherwise than by an account paid check. So ഈ prescribed mode വഴി അല്ലാതെ നമ്മൾ ഒരു ദിവസം ഒരാൾക്ക് 10,000-നേക്കാളും കൂടുതൽ എമൗണ്ട് പേ ചെയ്തു, ഡിസലവൻസ് എന്നാലും അട്രാക്റ്റ് ചെയ്യില്ല. ആർക്കൊക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിലോ റിസർവ് ബാങ്കിനോ, സ്റ്റേറ്റ് ബാങ്കിനോ, കോപ്പറേറ്റീവ് ബാങ്കിനോ, പിന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, LIC, ദെൻ ഗവൺമെൻറ്റിന്, when the payment is made by letter of credit, telegraphic transfer, book adjustment, bill of exchange, then adjustment against amount of liability, അല്ലെങ്കിൽ made for purchase of agriculture or forest produce, animal husbandry, fish products, horticulture to cultivator, grower or producer, ഇവർക്കൊക്കെ ഒരു ദിവസം ഒരാൾക്ക് 10,000-നേക്കാളും കൂടുതൽ എമൗണ്ട് പ്രിസ്ക്രൈബ് മോഡിൽ അല്ലാതെ പേ ചെയ്താലും ഡിസലവൻസ് അട്രാക്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ പവർ ഇല്ലാത്ത പ്ലേസസിലുള്ള മാനുഫാക്ചർ ചെയ്യുന്നവർക്ക്, വില്ലേജ് ഓർ ടൗൺ നോട്ട് സെർവ്ഡ് ബൈ ബാങ്ക്, ദെൻ എംപ്ലോയി ഇൻ കണക്ഷൻ വിത്ത് റിട്ടയർമെൻറ്റ്, ദെൻ എംപ്ലോയി ടെമ്പററിലി പോസ്റ്റഡ് എംപ്ലോയി, ദെൻ ഡസ് നോട്ട് മെയിൻറ്റെയിൻ അക്കൗണ്ട് ഇൻ ബാങ്ക്, ദെൻ ഏജൻറ്റ് ഹു ഈസ് റിക്വയർഡ് ടു പേയ്മെൻറ്റ് ഇൻ ക്യാഷ്, ദെൻ ഓതറൈസ്ഡ് ഡീലർ ഓഫ് ഫോറിൻ കറൻസി, ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ ആണെങ്കിൽ സെയിം കേസ് ഡിസലവൻസ് അട്രാക്റ്റ് ചെയ്യില്ല. ദെൻ ഡിസലവൻസ് ഫോർ പ്രൊവിഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി. സോ ഗ്രാറ്റുവിറ്റി ആക്ച്വലി പേ ചെയ്യുമ്പോൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, പക്ഷെ അതിലുള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊവിഷന് ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇഫ് വി ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ പേയ്മെൻറ്റ് ടുവേർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി, ഡിഡക്ഷൻ ഇസ് നോട്ട് അലൗവബിൾ. പക്ഷേ ഗ്രാറ്റുവിറ്റി ആക്ച്വലി പേ ചെയ്യുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയേഴ്സ് ടു ഫണ്ട് ട്രസ്റ്റ് എക്സെട്ര, എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ഫണ്ട് ട്രസ്റ്റ് എക്സെട്ര റിഡക്ഷൻ അലൗ ചെയ്യില്ല. നെക്സ്റ്റ് സെക്ഷൻ 43B. സോ സർട്ടൻ ഡിഡക്ഷൻസ് ടു ബി മെയ്ഡ് ഓൺലി ഓൺ ആക്ച്വൽ പേയ്മെൻറ്റ്. സോ ഈ ഡിഡക്ഷൻസ് എല്ലാം, ഇനി പറയാൻ പോകുന്ന ഡിഡക്ഷൻസ് എല്ലാം ആക്ച്വലി പേ ചെയ്യുമ്പോൾ മാത്രമേ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ടാക്സ്, ഡ്യൂട്ടി, സെസ് ഓർ ഫീ, then employer contribution to provident fund or superannuation or gratuity fund, then bonus or commission, then interest on loan from financial institution, state financial corporation, state industrial investment corporation, NBFC, systematically important non-deposit taking company, then interest on loan or advance from scheduled bank, and then earned leave കൊടുക്കുമ്പോൾ then payable to Indian Railways for use of railway assets. ഇതിനെല്ലാം ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തിയാൽ എപ്പോൾ, ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിന് മുന്നേ
പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കൺവേർഷൻ ഒരു കേസ് പറയുന്നുണ്ട്. കൺവേർഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു എ ലോൺ ഓർ ബോറോവിങ് ഓർ അഡ്വാൻസ് ഓർ പേയബിൾ ഇൻ അതർ മാനർ. ഇൻട്രസ്റ്റ് ലോണായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇൻട്രസ്റ്റ് ലോണായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് കൺവേർട്ട് ചെയ്തു പക്ഷേ പേ ചെയ്തിട്ടില്ല, അതായത് ആക്ച്വൽ പേയ്മെൻറ്റ് നടന്നിട്ടില്ല. സോ അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേസമയം ആ കൺവേർട്ട് ചെയ്ത ഇൻട്രസ്റ്റ്, ലോണായിട്ട് കൺവേർട്ട് ചെയ്ത ഇൻട്രസ്റ്റ്, അൺപെയ്ഡ് ഇൻട്രസ്റ്റ് എപ്പോഴാണോ പേ ചെയ്യുന്നത്, ഓക്കെ, ദ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ആക്ച്വലി പേ ടു ദ ബാങ്ക് വിൽ ബി ഇൻ ദ നേച്ചർ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഡിസേർവിങ് ഡിഡക്ഷൻ. സോ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് എപ്പോഴാണോ പേ ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്ത ഇൻട്രസ്റ്റ് എപ്പോഴാണോ പേ ചെയ്യുന്നത്, അപ്പോൾ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. Illustration 14 നോക്കാം. Hari individual carried on the business of purchase and sale of agricultural commodities like paddy, wheat, etc. He borrowed loans from Andhra Pradesh State Indian Bank in borrow ചെയ്തു. എത്ര? 15 lakhും 30 lakhും. Then both restructuring loan facilities converted interest payable loan ആയിട്ട് convert ചെയ്തു, repayable in 60 equal installments. So during the year ended, Hari paid 5 installments. So Andhra Pradesh ബാങ്കിലേക്ക് 5 installments pay ചെയ്തു. then Indian ബാങ്കിൽ 3 installments പേ ചെയ്തു. സോ പേ ചെയ്ത ഇൻസ്റ്റാൾമെൻറ്റ്സ് മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ 15 lakh ലോൺ എത്രയായിട്ട് 60 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. സോ 15 lakh ഡിവൈഡഡ് ബൈ 60, 25,000 ആണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ 30 lakh ഡിവൈഡഡ് ബൈ 60, 50,000 ആണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ്. സോ ആന്ധ്രാപ്രദേശ് ബാങ്കിലേക്ക് 5 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു, ഇന്ത്യൻ ബാങ്കിലേക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു. സോ 25,000 ഇൻറ്റു 5 ഇൻസ്റ്റാൾമെൻറ്റ്. സോ ടോട്ടൽ 1,25,000 പേ ചെയ്തു. 50,000 ഇൻറ്റു 3, 1,50,000 പേ ചെയ്തു. സോ ടോട്ടൽ 2,75,000 പേ ചെയ്തുകൊണ്ട് അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം.